നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ വളരെ നിസ്സാരമെന്നു തോന്നുന്ന ചില വസ്തുക്കൾക്ക് നമ്മുടെ ജീവന്റെ വിലയുണ്ടാകും. ചിലർക്ക് അതൊരു പേനയായിരിക്കാം, ഒരുപക്ഷേ അച്ഛൻ തന്ന സമ്മാനം. മറ്റു ചിലർക്ക് അതൊരു പഴയ ഫോട്ടോ ആയിരിക്കാം, ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു നിധി. എന്നാൽ ഒരു മനുഷ്യന്റെയും അയാളുടെ കുടുംബത്തിന്റെയും മുഴുവൻ ഭാവിയും ഒരു സാധാരണ സൈക്കിളിലാണെന്ന് വന്നാലോ? അതെ, ഒരു പഴയ സൈക്കിൾ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ അങ്ങനെയൊരു മനുഷ്യന്റേതാണ്. പ്രതീക്ഷയുടെ, അതിജീവനത്തിന്റെ, ഒരച്ഛന്റെയും മകന്റെയും നിസ്സഹായതയുടെ കഥ. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങൾ വർഷങ്ങളായി ഒരു ജോലിക്കു വേണ്ടി കാത്തിരിക്കുകയാണ്. ഓരോ ദിവസവും വീട്ടിലേക്ക് മടങ്ങുന്നത് നിരാശയുടെയാണ്. നിങ്ങളുടെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും മുഖത്തു നോക്കുമ്പോൾ നെഞ്ചിലൊരു ഭാരം വന്ന് നിറയുകയാണ്. ആ ഒരവസ്ഥയിൽ ഒരു ദിവസം ദൈവം കനിഞ്ഞ പോലെ നിങ്ങൾക്കൊരു ജോലി ശരിയാകുന്നു. പക്ഷേ അതിനൊരു കണ്ടീഷനുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായി ഒരു സൈക്കിൾ വേണം. നിങ്ങളുടെ കയ്യിലാണെങ്കിൽ സൈക്കിൾ ഇല്ല. ആകെയുണ്ടായിരുന്ന ഒന്ന് പണയം വെച്ചിരിക്കുകയാണ്. എന്തു ചെയ്യും? ഈ ഒരു ചോദ്യത്തിനു മുന്നിൽ പകച്ചുനിന്നുപോയ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര പോകുന്നത്. രണ്ടാം ലോക മഹായുദ്ധം തകർത്തെറിഞ്ഞ റോം നഗരമാണ് കഥയുടെ പശ്ചാത്തലം. എവിടെ തിരിഞ്ഞാലും പട്ടിണിയും തൊഴിലില്ലായ്മയും മാത്രമാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി അലയുന്നത്. ഈ ആൾക്കൂട്ടത്തിലൊരാളാണ് നമ്മുടെ കഥാനായകൻ അന്റോണിയോ റിച്ചി. അന്റോണിയോ കഴിഞ്ഞ 2 വർഷമായി ഒരു ജോലിക്കു വേണ്ടി നടക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ പ്രതീക്ഷയോടെ പോകും, വൈകുന്നേരം നിരാശയോടെ തിരിച്ചുവരും. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഭാഗ്യം അയാളെ തേടിയെത്തി. സർക്കാർ വകയൊരു ജോലി, നഗരത്തിൽ സിനിമാ പോസ്റ്ററുകൾ ഒട്ടിക്കുന്ന പണി. ആ വാർത്ത കേട്ടപ്പോൾ അന്റോണിയോയുടെ മുഖത്ത് വിരിഞ്ഞ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ഓടിച്ചെന്ന് അയാൾ ആ സന്തോഷം ഭാര്യയായ മരിയയോട് പറഞ്ഞു. ആ കുടുംബത്തിൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അങ്ങനെയൊരു സന്തോഷം വരുന്നത്. പക്ഷേ ആ സന്തോഷം അധികനേരം നീണ്ടുനിന്നില്ല. ജോലിക്ക് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയപ്പോഴാണ് അയാൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. ഈ ജോലിക്ക് ഒരു സൈക്കിൾ നിർബന്ധമാണ്. പോസ്റ്ററുകളും പശയും കോണിയും ചുമന്നുകൊണ്ട് നഗരം മുഴുവൻ നടക്കാൻ പറ്റില്ലല്ലോ. അന്റോണിയുടെ നെഞ്ചിൽ ഇടിത്തീ വീണു. കാരണം വീട്ടിലെ പട്ടിണി മാറ്റാൻ വേണ്ടി അയാൾ തന്റെ സൈക്കിൾ പണയം വെച്ചിരിക്കുകയായിരുന്നു. നിരാശയോടെ അയാൾ വീട്ടിലേക്ക് മടങ്ങി. സൈക്കിളില്ലാതെ ആ ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് ഭാര്യയോട് പറയുമ്പോൾ അയാളുടെ ശബ്ദമിടറിയിരുന്നു. പ്രതീക്ഷയുടെ അവസാനത്തെ തിരുനാളം അണഞ്ഞുപോകുന്നത് മരിയ കണ്ടു. അവൾ ഒരു നിമിഷം ആലോചിച്ചു, പിന്നെ അകത്തേക്ക് പോയി. തിരിച്ചുവന്നത് ഒരു കെട്ടുമായിട്ടാണ്. അവരുടെ വീട്ടിൽ ആകെ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള ഒന്ന്, കല്യാണത്തിന് കിട്ടിയ ബെഡ്ഷീറ്റുകളും തുണികളും. ഇതുകൊണ്ടുപോയി പണയം വെച്ച് സൈക്കിൾ എടുക്ക് എന്നവൾ പറഞ്ഞു. അന്റോണിയോയുടെ കണ്ണുകൾ നിറഞ്ഞു. സ്വന്തം ഭാര്യയുടെ താലിയോളം പ്രാധാന്യമുള്ള ഒന്നാണ് അവൾ ഇപ്പോൾ ഊരി നൽകുന്നത്. ആ തുണിക്കെട്ടുമായി പണയക്കടയിലേക്ക് നടക്കുമ്പോൾ അയാളുടെ ഓരോ ചുവടും ഭാരമേറിയതായിരുന്നു. പണയക്കടയുടെ കാഴ്ച ഹൃദയഭേദകമാണ്. അവിടെ അലമാരകളിൽ നിറയെ അന്റോണിയോയെപ്പോലെ ജീവിതം വഴിമുട്ടിപ്പോയ ആയിരക്കണക്കിന് ആളുകൾ ഉപേക്ഷിച്ചുപോയ വസ്തുക്കളാണ്. ഓരോന്നിനും പറയാനുണ്ടാകും കണ്ണീരിന്റെ ഒരു കഥ. ആ തുണിക്കെട്ടിന് പകരമായി കിട്ടിയ പണവുമായി അയാൾ മറ്റൊരു പണയക്കടയിലേക്ക് ഓടി, തന്റെ സൈക്കിൾ തിരിച്ചെടുക്കാൻ. ആ സൈക്കിൾ കയ്യിൽ കിട്ടിയപ്പോൾ അന്റോണിയോയുടെ മുഖത്ത് വിരിഞ്ഞ ആശ്വാസം അതൊന്ന് കാണേണ്ടതായിരുന്നു. നഷ്ടപ്പെട്ടുപോയ ജീവിതം തിരികെ കിട്ടിയതുപോലെ. അയാൾ അതിനെ സ്നേഹത്തോടെ തുടച്ചു മിനുക്കി. തന്റെ കൊച്ചുമകനായ ബ്രൂണോയോട് പറഞ്ഞു, നാളെ മുതൽ അച്ഛന് ജോലിയായി മോനെ. ആ കുഞ്ഞിക്കണ്ണുകളിൽ അപ്പോൾ വിരിഞ്ഞ നക്ഷത്രത്തിളക്കത്തിന് ലോകത്തിലെ മറ്റെന്തിനേക്കാളും ഭംഗിയുണ്ടായിരുന്നു. അന്ന് രാത്രി ആ കുടുംബം ഒരുപാട് കാലത്തിനുശേഷം സമാധാനമായി ഉറങ്ങി. നാളത്തെ പുലരി തങ്ങളുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചം കൊണ്ടുവരുമെന്ന് അവർ വിശ്വസിച്ചു. പിറ്റേ ദിവസം രാവിലെ അന്റോണിയോ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് അഭിമാനത്തോടെ തന്റെ സൈക്കിളിൽ ജോലിക്ക് പോകാൻ ഒരുങ്ങി. ഭാര്യ മരിയയും മകൻ ബ്രൂണോയും അയാളെ യാത്രയാക്കാൻ പുറത്തുവന്നു നിന്നു. ആ സൈക്കിളിന്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യുന്ന ബ്രൂണോയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങുകയായിരുന്നു. ഒരു സൈക്കിൾ, അതാ കുടുംബത്തിനൊരു വാഹനമായിരുന്നില്ല, മറിച്ച് അവരുടെ സ്വപ്നങ്ങളിലേക്കും നല്ലൊരു ജീവിതത്തിലേക്കുമുള്ള ഒരു താക്കോലായിരുന്നു. അന്റോണിയോ പോസ്റ്റർ ഒട്ടിക്കുന്ന സ്ഥലത്തെത്തി. സൈക്കിൾ കോണിയിൽ ചാരിവെച്ച് അയാൾ തന്റെ ജീവിതത്തിലെ ആദ്യത്തെ പോസ്റ്റർ ഒട്ടിക്കാൻ തുടങ്ങി. എല്ലാം ശുഭമായി തുടങ്ങുന്നു. എന്നാൽ വിധി അവർക്കായി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. അയാൾ ആവേശത്തോടെ
പോസ്റ്റർ ഒട്ടിക്കുന്നതിനിടയിൽ ഒരു നിമിഷത്തെ അശ്രദ്ധയിൽ ആ ദുരന്തം സംഭവിച്ചു. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ മിന്നൽ വേഗത്തിൽ വന്ന് ആ സൈക്കിൾ മോഷ്ടിച്ചുകൊണ്ട് ഓടിമറഞ്ഞു. കള്ളൻ, കള്ളൻ എന്ന് അലറി വിളിച്ചുകൊണ്ട് അന്റോണിയോ പിന്നാലെ ഓടിയെങ്കിലും നഗരത്തിലെ തിരക്കിലേക്ക് ആ കള്ളൻ അലിഞ്ഞുപോയിരുന്നു. അന്റോണിയോയുടെ ലോകം ആ നിമിഷം നിശ്ചലമായി. വെറുമൊരു സൈക്കിളായിരുന്നില്ല അത്. അയാളുടെ കുടുംബത്തിന്റെ വിശപ്പടക്കാനുള്ള മാർഗമായിരുന്നു അത്. അയാളുടെ മകന്റെ ഭാവിയായിരുന്നു. അയാളുടെ ആത്മാഭിമാനമായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ തകർന്നുനിന്നു. ജോലി നഷ്ടപ്പെടും, കുടുംബം വീണ്ടും പട്ടിണിയിലാകുമെന്നോർത്തപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ആദ്യമയാൾ പോലീസിൽ പരാതിപ്പെട്ടു. എന്നാൽ യുദ്ധം തകർത്ത ആ നഗരത്തിൽ ഒരു സൈക്കിൾ മോഷണം പോലീസുകാർക്കൊരു വലിയ വിഷയമേ ആയിരുന്നില്ല. അവരുടെ മുന്നിൽ അതിനേക്കാൾ വലിയ ഒരുപാട് കേസുകളുണ്ടായിരുന്നു. അവരയാളുടെ പരാതി എഴുതിവാങ്ങി ഒരു ഫയലിൽ വെച്ചു. അത്തരം ആയിരക്കണക്കിന് ഫയലുകളുടെ കൂട്ടത്തിലേക്ക് ഒരെണ്ണം കൂടി. പോലീസിൽ നിന്നൊരു സഹായവും കിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ അന്റോണിയോ ആ സൈക്കിൾ സ്വയം കണ്ടെത്താൻ തീരുമാനിച്ചു. തന്റെ കൊച്ചുമകനായ ബ്രൂണോയെയും കൂട്ടിയാണ് അയാൾ ആ അന്വേഷണത്തിനിറങ്ങിത്തിരിച്ചത്. റോമിലെ തെരുവുകളിലൂടെ, ചന്തകളിലൂടെ അച്ഛനും മകനും ഒരുമിച്ചു നടന്നു. ഓരോ സൈക്കിൾ കാണുമ്പോഴും അത് തന്റേതാണോ എന്ന് അയാൾ ഓടിപ്പോയി നോക്കും. ഓരോ തവണയും നിരാശനായിരിക്കും ഫലം. ആ നടത്തത്തിനിടയിൽ അപ്പനും മകനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം നമുക്ക് കാണാൻ സാധിക്കും. അച്ഛന്റെ നിസ്സഹായതയും വേദനയും ആ കൊച്ചുമകൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അവനൊന്നും സംസാരിക്കുന്നില്ല, പക്ഷേ അവന്റെ കുഞ്ഞിക്കണ്ണുകളിൽ അച്ഛനോടുള്ള സ്നേഹവും സഹതാപവും നിറഞ്ഞിരുന്നു. അവർ റോമിലെ ഏറ്റവും വലിയ കള്ളൻ ചന്തയായ പിയാസ വിറ്റോറിയോയിലെത്തി. അവിടെ നൂറുകണക്കിന് സൈക്കിളുകൾ കച്ചവടം ചെയ്യുന്നുണ്ട്. തന്റെ സൈക്കിളിന്റെ ഭാഗങ്ങളെങ്കിലും അവിടെ കണ്ടെത്താനാകുമോ എന്നായിരുന്നു അന്റോണിയോയുടെ പ്രതീക്ഷ. ഓരോ സൈക്കിളിന്റെ അടുത്തും പോയി അയാൾ ആകാംക്ഷയോടെ പരിശോധിച്ചു. എന്നാൽ ആൾക്കൂട്ടത്തിനിടയിൽ തന്റെ സൈക്കിൾ കണ്ടെത്തുക എന്നത് ഒരു പുൽക്കൂണയിൽ നിന്ന് സൂചി തരയുന്നതുപോലെയായിരുന്നു. ആ തിരച്ചിലിനിടയിൽ അവർക്ക് കള്ളനെ വീണ്ടും കാണാൻ കിട്ടി. അയാൾ ഒരു പ്രായമായ ആളുമായി സംസാരിച്ചു നിൽക്കുകയായിരുന്നു. അന്റോണിയോ ഓടിച്ചെന്നപ്പോഴേക്കും കള്ളൻ വീണ്ടും രക്ഷപ്പെട്ടു. പക്ഷേ ആ പ്രായമായ മനുഷ്യനെ അവർക്ക് കയ്യിൽ കിട്ടി. അയാളോട് കള്ളനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അയാൾക്കൊന്നും അറിയില്ലെന്നായിരുന്നു മറുപടി. അയാൾ കള്ളനെ സഹായിക്കുകയാണെന്ന് മനസ്സിലാക്കിയ അന്റോണിയോ അയാളെ പിന്തുടർന്നു. അയാളൊരു പള്ളിയിലേക്കാണ് ഓടിക്കയറിയത്. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന പള്ളിക്കകത്തുവെച്ച് അയാളെ ചോദ്യം ചെയ്യാൻ അന്റോണിയോയ്ക്ക് കഴിഞ്ഞില്ല. ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ആ പ്രായമായ മനുഷ്യനും രക്ഷപ്പെട്ടു. പ്രതീക്ഷയുടെ അവസാനത്തെ കണികയും അസ്തമിക്കുകയായിരുന്നു. സമയം കടന്നുപോയി. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. അന്റോണിയോയുടെ പ്രതീക്ഷകളും അതോടൊപ്പം അസ്തമിച്ചു. വിശപ്പും ദാഹവും അവരെ തളർത്തിയിരുന്നു. കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ കുറച്ചു പണം കൊണ്ട് അന്റോണിയോ മകനൊരു പീസ വാങ്ങിക്കൊടുത്തു. ഒരു റെസ്റ്റോറന്റിലിരുന്ന് ആ പീസ കഴിക്കുമ്പോൾ ബ്രൂണോയുടെ കണ്ണുകൾ അടുത്ത മേശയിലിരുന്ന് വിലകൂടിയ ഭക്ഷണം കഴിക്കുന്ന ഒരു ധനിക കുടുംബത്തിലായിരുന്നു. മകന്റെ നോട്ടം കണ്ട അന്റോണിയോ വേദനയോടെ പറഞ്ഞു, "അത്രയും ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ മാസം ഒരുപാട് പണം സമ്പാദിക്കണം മോനെ." ആ വാക്കുകളിൽ ഒരച്ഛന്റെ നിസ്സഹായത മുഴുവൻ അടങ്ങിയിരുന്നു. ആ റെസ്റ്റോറന്റിലെ വിലകൂടിയ ഭക്ഷണവും പുറത്ത് തണുപ്പിലിരുന്ന് ഒരു കഷ്ണം റൊട്ടിക്കു വേണ്ടി കാത്തിരിക്കുന്ന പാവപ്പെട്ടവരും തമ്മിലുള്ള അന്തരം അന്നത്തെ സമൂഹത്തിലെ സാമ്പത്തിക അസമത്വത്തെ വ്യക്തമായി കാണിച്ചു തരുന്നു. റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തിറങ്ങിയവർ വീണ്ടും തെരുവിലൂടെ നടന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി അവർ ആ സൈക്കിൾ കള്ളനെ വീണ്ടും കാണുന്നത്. അന്റോണിയോ സർവ്വശക്തിയുമെടുത്ത് അവന്റെ പിന്നാലെ ഓടി. ഒടുവിൽ അവനെ പിടികൂടി. പക്ഷേ ആ നിമിഷം കാര്യങ്ങൾ കൂടുതൽ വഷളായി. കള്ളൻ താമസിക്കുന്ന ചേരിയിലെ ആളുകളെല്ലാം ഓടിക്കൂടി. അവരെല്ലാം കള്ളന്റെ ഭാഗം ചേർന്നു. അവർ അന്റോണിയോയെ വളഞ്ഞു അയാളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. കള്ളനൊരു അപസ്മാര രോഗിയെപ്പോലെ നിലത്തുവീണ് അഭിനയിച്ചതോടെ കാര്യങ്ങൾ പൂർണ്ണമായും അന്റോണിയോയ്ക്കെതിരായി. ബ്രൂണോ ഓടിപ്പോയി ഒരു പോലീസുകാരനെ വിളിച്ചുകൊണ്ടുവന്നു. എന്നാൽ പോലീസുകാരനും നിസ്സഹായനായിരുന്നു. "നിങ്ങൾ അവനെ സൈക്കിൾ മോഷ്ടിക്കുന്നത് കണ്ടതിന് സാക്ഷികളുണ്ടോ? സൈക്കിൾ എവിടെ?" എന്നായിരുന്നു പോലീസുകാരന്റെ ചോദ്യം. തെളിവുകളില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അയാൾ തീർത്തു പറഞ്ഞു. ആൾക്കൂട്ടത്തിന്റെ ഭീഷണിക്ക് മുന്നിൽ അപമാനിതനായി, നിസ്സഹായനായി അന്റോണിയോയ്ക്ക് അവിടെ നിന്ന് പിന്മാറേണ്ടി വന്നു. ആൾക്കൂട്ടത്തിന്റെ പരിഹാസവും ഭീഷണിയും ഏറ്റുവാങ്ങി തലകുനിച്ച് അന്റോണിയോ അവിടെ നിന്ന് നടന്നു നീങ്ങി. അവന്റെ കൂടെ അവന്റെ നിഴലുപോലെ മകൻ ബ്രൂണോയും. ആ നിമിഷം വരെ അച്ഛനെ ഒരു ഹീറോ ആയി കണ്ടിരുന്ന ആ കുഞ്ഞു മനസ്സ് ഒരുപക്ഷെ ആദ്യമായി അച്ഛന്റെ നിസ്സഹായത തിരിച്ചറിയുകയായിരുന്നു. ഒരു വാക്കുപോലും മിണ്ടാതെ അവർ റോമിലെ തെരുവുകളിലൂടെ നടന്നു. ഓരോ ചൂടും മുന്നോട്ടു വയ്ക്കുമ്പോൾ അന്റോണിയോയുടെ അവസാനത്തെ പ്രതീക്ഷയും അറ്റുപോവുകയായിരുന്നു. ഇനി എന്തു ചെയ്യും? എങ്ങനെ ഭാര്യയുടെ മുഖത്തു നോക്കും? നാളെ മുതൽ വീണ്ടും പട്ടിണിയാണല്ലോ എന്നോർത്തപ്പോൾ അയാളുടെ ഹൃദയം നുറുങ്ങി. അവരുടെ യാത്ര അവരെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിനു മുന്നിലെത്തിച്ചു. കളി കഴിഞ്ഞ് ആളുകൾ പുറത്തേക്ക് ഒഴുകി തുടങ്ങിയിരിക്കുന്നു. സ്റ്റേഡിയത്തിനു പുറത്ത് ഉടമസ്ഥനില്ലാതെ ഒരു ഭാഗ സൈക്കിളുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് അന്റോണിയോയുടെ ശ്രദ്ധയിൽപ്പെട്ടു.
അതിലൊരു സൈക്കിളിന്റെ അരികിലേക്ക് അയാൾ പതിയെ നടന്നു. അയാളുടെ മനസ്സിൽ അതുവരെ ഇല്ലാത്ത ഒരു ചിന്ത കടന്നുകൂടി. ഒരു പിശാച് അയാളുടെ കാതിൽ മന്ത്രിക്കുന്നതുപോലെ. ഒരെണ്ണം മോഷ്ടിച്ചാലോ? അയാളുടെ മനസ്സ് ഒരു യുദ്ധക്കളമായി മാറി. ഒരു വശത്ത് അയാളുടെ സത്യസന്ധതയും ധാർമ്മികതയും, മറുവശത്ത് കുടുംബത്തിന്റെ പട്ടിണിയും നിസ്സഹായതയും. വിശക്കുന്ന കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ മോഷ്ടിക്കുന്നത് തെറ്റാണോ? തന്റെ ജീവിതം തകർത്ത ഈ സമൂഹത്തോട് ചെയ്യുന്ന ഒരു പ്രതികാരമായിരിക്കുമോ അത്? അയാൾ ആ സൈക്കിളിനെ തന്നെ നോക്കി നിന്നു. അയാളുടെ കണ്ണുകളിൽ അതുവരെ കാണാത്തൊരു ഭാവം നിറഞ്ഞു. നിസ്സഹായതയിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു തരം ഭ്രാന്ത്. അയാൾ മകനോട് പറഞ്ഞു, മോൻ അപ്പുറത്തുള്ള ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്ക്, അച്ഛൻ ഇപ്പ വരാം. മകനെ പറഞ്ഞയച്ച ശേഷം ആൾത്തിരക്ക് കുറയുന്നത് നോക്കി അയാൾ അവിടെ പതുങ്ങി നിന്നു. ആരും കാണുന്നില്ലെന്നുറപ്പുവരുത്തി വിറയ്ക്കുന്ന കൈകളോടെ അയാൾ ആ സൈക്കിളിൽ കയറി. തന്റെ ജീവിതം നശിപ്പിച്ചവരെ പോലെ താനും ഒരു കള്ളനായി മാറാൻ തീരുമാനിച്ച നിമിഷം. എന്നാൽ വിധി അപ്പോഴും അയാളോട് കരുണ കാണിച്ചില്ല. അയാൾ സൈക്കിൾ ചവിട്ടി മുന്നോട്ടു നീങ്ങിയതും ആളുകൾ കള്ളൻ കള്ളൻ എന്ന് അലറി വിളിച്ചുകൊണ്ട് പിന്നാലെ പാഞ്ഞെടുത്തു. അതുവരെ അച്ഛനെ കാത്തുനിന്ന ബ്രൂണോ ആ കാഴ്ച കണ്ട് സ്തബ്ധനായിപ്പോയി. തന്റെ ഹീറോ, തന്റെ ദൈവം ഇപ്പോൾ ഒരു കള്ളനായി ആളുകളുടെ കയ്യിൽപ്പെട്ടിരിക്കുന്നു. ആളുകൾ അന്റോണിയോയെ വലഞ്ഞിട്ട് പിടികൂടുകയും മർദ്ദിക്കാൻ തുടങ്ങുകയും ചെയ്തു. ബ്രൂണോ അലറിക്കരഞ്ഞുകൊണ്ട് അച്ഛന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും അവൻ അച്ഛന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ കരച്ചിൽ കണ്ടിട്ടാകാം സൈക്കിളിന്റെ ഉടമസ്ഥൻ അലിവു തോന്നി. അയാൾ പറഞ്ഞു, അവനെ വിട്ടേക്ക്. ഒരുപക്ഷേ ആ കുഞ്ഞിന്റെ കണ്ണുനീരിനു മുന്നിൽ അയാൾക്ക് തോറ്റുപോയതാവാം. അപമാനിതനായി തകർന്നുപോയ മനസ്സുമായി അന്റോണിയോ ജനക്കൂട്ടത്തിനിടയിൽ നിന്നും പുറത്തുവന്നു. അതുവരെ ധീരനായിരുന്ന, ആത്മാഭിമാനത്തോടെ ജീവിച്ചിരുന്ന ആ മനുഷ്യൻ ഒരു നിമിഷം കൊണ്ട് ഒന്നുമല്ലാതായി തീർന്നിരുന്നു. അയാൾ പൊട്ടിക്കരഞ്ഞുപോയി. ആ നിമിഷം കൊച്ചുമകനായ ബ്രൂണോ അച്ഛന്റെ കൈയിൽ മുറുകെ പിടിച്ചു. ആ സ്പർശനം ഒരു വാഗ്ദാനം പോലെയായിരുന്നു. എന്ത് സംഭവിച്ചാലും ഞാൻ അച്ഛന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറയാതെ പറയുകയാണ്. അച്ഛനും മകനും ആൾക്കൂട്ടത്തിലേക്ക് അലിഞ്ഞു ചേർന്ന് നടന്നു നീങ്ങുന്ന ആ രംഗത്തോടെ ഈ സിനിമ അവസാനിക്കുകയാണ്. ഈ സിനിമയുടെ പേര് ബൈസിക്കിൾ തീവ്സ് എന്നാണ്. 1948-ൽ വിറ്റോറിയോ ഡി സിക്ക സംവിധാനം ചെയ്ത ഒരു ഇറ്റാലിയൻ നിയോ റിയലിസ്റ്റ് ക്ലാസിക്കാണിത്. ലോക സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നായി ഇതിനെ കണക്കാക്കുന്നു. എന്തുകൊണ്ടാണ് സിനിമയുടെ പേര് ബൈസിക്കിൾ തീഫ് എന്ന ഏകവചനമല്ലാതെ ബൈസിക്കിൾ തീവ്സ് എന്ന ബഹുവചനമായതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ആദ്യം ഒരു കള്ളൻ അന്റോണിയോയുടെ സൈക്കിൾ മോഷ്ടിക്കുന്നു. അവസാനം നിസ്സഹായതയുടെ പടുകുഴിയിൽ വീണുപോയ അന്റോണിയോ മറ്റൊരുവന്റെ സൈക്കിൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതോടെ അയാളും ഒരു കള്ളനായി മാറുന്നു. സമൂഹം എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യനെ ഒരു കുറ്റവാളിയാക്കി മാറ്റുന്നത് എന്നതിന്റെ ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പേര്. അപ്പോൾ എന്താണ് ഈ സിനിമ നമ്മളോട് പറയുന്നത്? ഇതൊരു സൈക്കിൾ മോഷണത്തിന്റെ കഥ മാത്രമല്ല, മറിച്ച് ദാരിദ്ര്യം ഒരു മനുഷ്യനെ എത്രമാത്രം നിസ്സഹായനാക്കും എന്നതിന്റെ നേർക്കാഴ്ചയാണ്. ഒരു ജോലി, ഒരു സൈക്കിൾ, ഒരു നേരത്തെ ഭക്ഷണം, ഇത്തരം അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത ഒരു സാമൂഹിക വ്യവസ്ഥിതിയെയാണ് ഈ സിനിമ വിമർശിക്കുന്നത്. സത്യസന്ധമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സാഹചര്യങ്ങൾ എങ്ങനെ ഒരു കള്ളനാക്കി മാറ്റുന്നു എന്ന് ബൈസിക്കിൾ തീവ്സ് നമുക്ക് കാണിച്ചു തരുന്നു. സിനിമയുടെ അവസാനം നമ്മളെ വല്ലാതെ വേട്ടയാടും. അന്റോണിയോയ്ക്ക് സൈക്കിൾ തിരികെ കിട്ടിയോ, ജോലി തിരികെ കിട്ടിയോ എന്നൊന്നും സിനിമ പറയുന്നില്ല. പക്ഷേ ആ അച്ഛന്റെയും മകന്റെയും നടത്തത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ തകർന്നുപോയ ഒരച്ഛന് താങ്ങാവുന്നത് അവന്റെ മകനാണ്. ലോകം മുഴുവൻ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും സ്നേഹിക്കുന്നവരുടെ ഒരു കൈമതി നമുക്ക് മുന്നോട്ട് നടക്കാൻ. അതാണ് ഈ സിനിമ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ അന്റോണിയോയെപ്പോലെ നിസ്സഹായരായി പോകാറുണ്ട്. എന്നാൽ ഏതൊരു പ്രതിസന്ധിയിലും നമ്മളെ താങ്ങി നിർത്തുന്ന ചില ബന്ധങ്ങളുണ്ടാകും. ആ ബന്ധങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.